ഹലോ. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ ഫുള്ള് കാണാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തുടക്കം ഇങ്ങനെയായിരുന്നു. റീയൂണിയൻ കൊണ്ട് സംഭവിച്ച നാശം, ആ ഒരു സംഭവമാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എല്ലായിടത്തുമുണ്ട് ഈ റീയൂണിയൻ. ഇല്ലാത്ത ആരും തന്നെ ഇല്ല, എല്ലാവരും ആ റീയൂണിയൻ. പക്ഷേ ഈ റീയൂണിയൻ കൊണ്ട് ശരിക്കും ഒത്തിരി ഗുണങ്ങളുണ്ട്. അതായത് ഒരു 10ാം ക്ലാസ് വരെ പഠിച്ച് കാണുന്ന ആ ഒരു ഫേസോ ആ ഒരു ലൈഫോ ഒന്നും അല്ല 10-40 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 30 വർഷം കഴിഞ്ഞിട്ടോ 20-10 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയും ജീവിതവും എന്ന് പറയുന്നത്. പലരുടെ ജീവിതവും പല തരത്തിൽ മാറി മറിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പാടിലേക്ക് പോയ, രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന കൂട്ടുകാരും നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ നല്ല പൈസക്കാർ, നല്ല പണക്കാരായിട്ടുള്ള, നല്ല വലിയ പദവിയിലിരിക്കുന്ന അത്തരം ആൾക്കാരുമുണ്ട്. ഇവരെല്ലാം ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഒരേപോലെ ഇരുന്ന് പഠിച്ചവരാണ്. പക്ഷെ എത്തിയത് ഇങ്ങനെ പല രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ ഒരു കഷ്ടപ്പാടിൽ അവസ്ഥയിൽ കിടക്കുന്നവരെ ഈ റീയൂണിയൻ കൊണ്ട് ശരിക്കും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ബാച്ചിലെ കുട്ടിയായിരുന്നു ഞാനിപ്പം. കാര്യം ഞാൻ ഒരിക്കൽ അത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഒരു കുട്ടി ശരിക്കും മരണപ്പെട്ടു പോയിട്ടുണ്ട്, രോഗം മൂർച്ഛിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ പിന്നെ ഒരാൾക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് രോഗത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക് തന്നെ ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തു സാമ്പത്തികമായിട്ട്. ഞാനും എൻ്റെ കൂടെയുള്ള ഞങ്ങളൊരു 10-30-40 പേരുണ്ട്. അല്ലെങ്കിൽ ഒരു മൊത്തം എല്ലാ ഡിവിഷനും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 കൂടുതൽ 200 പേരോളം ഉണ്ട്. അത്രയും പേര് 10 രൂപ വെച്ച് ഇട്ടാൽ കൂടി നമുക്കൊരു എമൗണ്ട് ആവും. അപ്പം അത് വെച്ച് നമ്മൾ സഹായിച്ചിട്ടുണ്ട്, നല്ലപോലെ സഹായിച്ചിട്ടുണ്ട്. അത് അവർക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് റീയൂണിയൻ കൊണ്ട് ശരിക്കും ഭയങ്കരമായ പോസിറ്റീവും ഉണ്ട്, ഉപകാരമുണ്ട്. പക്ഷെ അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ അതെന്താണെന്ന് അറിയാൻ എനിക്ക് ശരിക്കും തോന്നി കേട്ടോ. അപ്പോൾ ശരിക്കും ആ കഥ ഫുള്ള് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഞെട്ടലായിപ്പോയി എന്നുള്ളതാണ്. കാര്യം പിന്നെ കണ്ടുമുട്ടുന്ന ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ അവർ പ്രകടിപ്പിക്കുന്ന സ്നേഹം എന്ത് തന്നെ ആണെങ്കിലും അതൊരിക്കലും നിലനിൽക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പക്ഷെ ഇതിപ്പോൾ ആള് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടു എങ്കിലും ഇതുപോലെ ഒത്തിരി ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ശരിക്കും അതിൻ്റെ ആ ഒരു കഥ ചെന്നെത്തി അതിൻ്റെ യഥാർത്ഥ കഥ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും ഭയങ്കര ഞെട്ടലായിപ്പോയി. അതായത് ഞാൻ ആ കഥ അങ്ങോട്ട് ഫുള്ളായിട്ട് വിശദീകരിച്ചതും പറയുന്നില്ല. പക്ഷെ ഞാൻ അതിൻ്റെ ജസ്റ്റ് അത് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യവും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് അപ്പോൾ ഞാൻ ആ സ്റ്റോറി എനിക്ക് ഭയങ്കര എന്താ പറയുക, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാര്യം ഇത് എല്ലാവരും അറിയണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ആ ഒരു സ്റ്റോറി ജസ്റ്റ് ചുരുക്കി ഷെയർ ചെയ്യുവാണ്. അതായത് ഒരു റബ്ബർ തോട്ടത്തിൽ ഒരു യുവാവ് തൂങ്ങി നിൽക്കുന്ന തോട്ടം തൊഴിലാളികൾ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി പിന്നെ ഇതാരാണ് എങ്ങനെയാണെന്നുള്ള സ്റ്റോറി എല്ലാം പോകുമല്ലോ. അങ്ങനെ പോകുമ്പോൾ ഇദ്ദേഹം ശരിക്കും 2 കുട്ടികളും ഭാര്യയുള്ള ഒരു കുടുംബനാഥനായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്കൂൾ റീയൂണിയൻ സംഘടിപ്പിച്ചപ്പോൾ അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അനില എന്ന് പറയുന്ന ഒരു കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടിയായിട്ട് ഇദ്ദേഹത്തിന് ചെറിയൊരു അടുപ്പമുണ്ടായിരുന്നു. അത് സ്കൂൾ കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ ഈ 10ാം ക്ലാസ്സോട് കൂടി എല്ലാവരും പിരിഞ്ഞ് വേറെ ഒക്കെ പോകുമല്ലോ. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, അങ്ങനെ. അതുപോലെ തന്നെ അനിലയ്ക്കും അതുപോലെ ഹസ്ബൻഡും 2 കുട്ടികളും ഒക്കെ ആയിട്ട് അവർ ഫാമിലിയായിട്ട് സന്തോഷത്തോടെ കഴിഞ്ഞു പോകുമായിരുന്നു. പക്ഷേ ഈ റീയൂണിയന് ശേഷം ഇവർ പിന്നെയും കണ്ടുമുട്ടിയപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആൾക്കാരുടെയും ഈ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയൊക്കെ ആയിരിക്കും എല്ലാവരും കുട്ടികൾക്ക് വേണ്ടി വീട്ടുകാർക്ക് വേണ്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഭാര്യയും ഭർത്താവും തമ്മിലൊരു എന്താ പറയുക, ഒരു ഭയങ്കരമായ ഒരു ഇൻറ്റിമസി ഇല്ലാത്ത ധാരാളം കുടുംബങ്ങളുണ്ട്. നല്ല രീതിയിൽ കഴിഞ്ഞു പോണവരും ഉണ്ട്. അപ്പോൾ ഈ അസ്വാരസ്യങ്ങൾ ഉള്ള ഒരു ഫാമിലിയിൽ വേറൊരാൾ ഒരു ഇഷ്ടം പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഇഷ്ടത്തിന് ദൃഢത കൂടും. അപ്പം അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ കുട്ടിക്കാലത്തുള്ള ആ ഒരു ഇഷ്ടം ഉണ്ടായിരുന്ന ആളോട് പിന്നെ വീണ്ടും കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഫാമിലി ലൈഫിൽ ഒരു അസ്വാരസ്യം ഉണ്ടെങ്കിൽ ആ ഒരു അടുപ്പം ഇത്തിരി ഇഷ്ടം കൂടും എന്ന് പറഞ്ഞ പോലെയാണ് ഇവരുടെ ഇഷ്ടം ശരിക്കും കൂടി. അങ്ങനെ ഇവർ തമ്മിൽ മെസ്സേജുകളായി, കാണലുകളായി, അങ്ങനെ സംഭവം ഒരുപാട് അധികമാകുമ്പോൾ അറിയാമല്ലോ, അമൃതം വിഷം എന്ന് പറയും.
അനില ഈ സ്ത്രീയുടെ വീട്ടിലെ ഹസ്ബൻഡാണ് ആദ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഈ അനില എന്ന് പറയുന്ന ആളുടെ സഹോദരനെ വിവരം അറിയിക്കുകയും സഹോദരനെ ആൾക്കാരെയും കൂട്ടി ഈ ഓപ്പോസിറ്റ് ഇഷ്ടം തോന്നിയ ആളുടെ അടുത്തേക്ക് പോയി, അവരുടെ ഫാമിലിയിലേക്ക് പോയി. പിന്നെ അവരുടെ ഫാമിലിയിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. അദ്ദേഹത്തിൻ്റെ വൈഫ് കുട്ടികളെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി. ഇവിടെയും പ്രശ്നങ്ങളായി. അപ്പം രണ്ട് ഫാമിലിയിലും വലിയ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് ഗുരുതരമാവാൻ തുടങ്ങിയിട്ട് അവരുടെ രണ്ട് ഫാമിലിയും ആകെ ചിന്ന ഭിന്നമായി. അപ്പോൾ എന്നിട്ട് കുറച്ച് നാൾ, അപ്പോൾ എല്ലാവരും വിചാരിച്ചു കുറച്ച് നാൾ പിന്നെ എന്താ പറയുക, ഈ അടിയും ബഹളമൊക്കെ ആയത് കാരണം ഇവർ തമ്മിലുള്ള ഇഷ്ടമൊന്നും ഇനി ഉണ്ടാവില്ല, എല്ലാം സെറ്റായി പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല, ഇവർ തമ്മിലായി പിന്നെ ഇഷ്ടം എന്ന് പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, ഈ അനില ഇദ്ദേഹമായിട്ടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഇവർ തമ്മിൽ ഭയങ്കര ഒരു ഇത് മുന്നോട്ട് പോയി. അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ ഈ അനില എന്ന് പറയുന്ന സ്ത്രീക്ക് തൻ്റെ മക്കളോട് എപ്പോഴും ഒരു സിമ്പതി ഉണ്ടായിരുന്നു. മക്കളെ വിട്ടു പിരിയാനൊന്നും അവർക്ക് പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഏതൊരമ്മയ്ക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രഷർ ഇവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ എന്താ പറയുക, ഈ അനില ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു കൂട്ടുകാരിയോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യായിരുന്നു, നടന്ന സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എന്താണെങ്കിലും പിന്നെ അങ്ങോട്ട് പോയിട്ട് പെട്ടെന്ന് ഈ അനില എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കാണാതായി. അവർ സ്ഥാപനത്തിലും ഇല്ല, വീട്ടിലും വന്നിട്ടില്ല, ആകെപ്പടെ കാണാതെ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും അന്വേഷിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിനെ എല്ലാം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ പിന്നീട് പോലീസ് അന്വേഷണത്തിലാണ് പിന്നെ ഇങ്ങനെ ഒരു ബന്ധം, ഈ റീയൂണിയനിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായതും രണ്ടുപേരുടെ ഫാമിലിയിൽ പ്രശ്നമായതും എല്ലാം അറിഞ്ഞത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ചുവട് പിടിച്ച് അന്വേഷിച്ച് പോയപ്പോഴത്തേക്കും ഇവർ തമ്മിൽ ഒരുമിച്ച് ബൈക്കിൽ യാത്ര ചെയ്ത് പോകുന്നത് ആരോ കണ്ടിരുന്നു അത്രേ. പിന്നെ അനിലെക്കുറിച്ചും അറിയില്ല, ഇദ്ദേഹത്തിനെക്കുറിച്ചും അറിയില്ല. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഏതോ ഒരു വിമുക്ത ഭടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട് ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അവരെന്തോ ടൂറ് പോയിട്ട് ആ വീട് ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിലാണ് ഇയാൾ അനിലയും കൊണ്ട് പോയത്. എന്നിട്ട് അതിനുശേഷം അപ്പോൾ പോലീസ് അന്വേഷിച്ച് ആ വീട്ടിലെത്തി. അപ്പോൾ അടഞ്ഞു കിടക്കുന്ന ആ വീട് തുറന്നപ്പോഴത്തേക്കും അവിടെ അനിലയെ കൊന്നിട്ടേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു ദേഷ്യം വന്നിട്ടുള്ള ഒരു കൊലപാതകമല്ല. മുഖം ഫുൾ ഇടിച്ച് ചതച്ച് ഭയങ്കര വികൃതമാക്കിയിട്ടുണ്ട്. പിന്നെ കൈയൊക്കെ അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ സ്ത്രീയെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് അങ്ങേയറ്റം. അതായത് എത്ര വൈരാഗ്യമുള്ളവരോട് പോലും, എത്രമാത്രം വൈരാഗ്യമുള്ളവരോട് പോലും ഇത്ര ക്രൂരത കാണിക്കില്ല എന്ന രീതിയിലാണ് ഈ സ്ത്രീയെ കൊന്നിട്ടേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അയാളെ വിശ്വസിച്ച് ഇറങ്ങി കൂടെ പോയ ഒരു സ്ത്രീയാണ്. അപ്പോൾ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്, ഈ സ്ത്രീ ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഒളിച്ചോടി ഒരു വീട്ടിൽ ചെന്നു. തൽക്കാലത്തേക്ക് ആ വീട്ടിൽ താമസിച്ച സമയത്ത് ഇവർക്ക് കുഞ്ഞുങ്ങളോട് എന്തോ ഒരു സിമ്പതിയായിട്ട് ഇവർക്ക് തിരിച്ചു പോകണം, കുഞ്ഞുങ്ങളെ കാണണം എന്ന് പറഞ്ഞപ്പം അയാൾ ഉപദ്രവിക്കാൻ തുടങ്ങിയതാണ്. ഉപദ്രവിച്ച് കൊന്നിട്ട് പിന്നെ അയാൾ പോയിട്ട് സൂയിസൈഡ് ചെയ്തു. ഇതാണ് ഇവരുടെ ലൈഫിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത്, ആ ഒരു സംഭവത്തിൻ്റെ അവസാനം. അപ്പോൾ ഈ ഒരു കാര്യം ഞാനിവിടെ ഷെയർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലി ലൈഫ് ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും അസ്വാരസ്യങ്ങളും മേലെ, കുടുംബം എന്ന് പറയുന്നത് എന്തായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളവർ കൊണ്ടുപോകുന്നുണ്ട്, പറ്റാത്തവർ സെപ്പറേറ്റ് ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയായാലും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ റീയൂണിയനിൽ അങ്ങനെ ഒരു സംഭവം മുതലെടുത്തുകൊണ്ട് ധാരാളം ഫാമിലികൾ വീണ്ടും, അതായത് 10ാം ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ 15-16 വയസ്സാണ്. ആ ഒരു പ്രായമോ ആ ഒരു ജീവിത രീതിയോ അന്നേരത്തെ ഒരു വികാരങ്ങളോ ഒന്നും തന്നെ അല്ല വർഷങ്ങൾക്ക് ശേഷമുള്ള ഫാമിലി ലൈഫിന് ശേഷമുള്ള ലൈഫ് എന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത ശേഷം സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല. ഈവൻ ഫാമിലി ഇല്ലാത്തവരാണെങ്കിൽ പോലും, ഇപ്പോൾ ചിലപ്പം ഫാമിലി ഡിവോഴ്സ് ആയവരായിരിക്കാം, അല്ലെങ്കിൽ സിംഗിളായിട്ട് നിൽക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഫാമിലിയിൽ പ്രോബ്ലം ഉള്ളവരായിരിക്കാം. എങ്ങനത്തെ കൂട്ടരാണെങ്കിലും ആ ഒരു ടൈമിന് പഴയ ഒരു ഇഷ്ടം വെച്ചിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് ആ ഒരു ലൈഫ് ഒരിക്കലും സെറ്റാവില്ല. നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ അല്ല ലൈഫ് എന്ന് പറയുന്നത്. അത് വിചാരിച്ചിട്ടാണ്, പെട്ടെന്ന് തോന്നുന്ന
ഒരു ഇത്, പിന്നെ മെസ്സേജ് അയക്കൽ, സംസാരിക്കൽ, പിന്നെ കണ്ടുമുട്ടൽ, അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ കുറച്ച് നാളത്തെ ആ ഒരു സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ കുറച്ചിത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. ഇപ്പം തന്നെ ആലോചിക്കുക, ഈ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സ്വന്തം ഫാമിലി ലൈഫ് വരെ നശിപ്പിച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ മക്കളോട്, അയാളുടെ ഭാര്യയോട് അയാൾക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആ കുട്ടികളോട് എന്തെങ്കിലും വികാരം ഉണ്ടായിരുന്നോ? എന്നിട്ടാണ് ഈ ഒരു സ്ത്രീയോടുള്ള ഇഷ്ടം, കണ്ടുമുട്ടിയ ഇഷ്ടം കൊണ്ട് പോയി. പക്ഷെ ആ സ്ത്രീയെ അയാൾ എന്താ ചെയ്തത്? എത്രമാത്രം ക്രൂരമായിട്ടാണ് അവരെ ഉപദ്രവിച്ചിരിക്കുന്നത്. ഏത് വികാര സമയത്തും ആകട്ടെ, എത്രമാത്രം ക്രൂരമായിട്ടാണ് അവരെ ഉപദ്രവിച്ചിരിക്കുന്നത് നോക്കണം. ഇനി ഈ സ്ത്രീയുടെ കാര്യം ഇരിക്കട്ടെ, അവർക്ക് ചിലപ്പോൾ അവരുടെ ഭർത്താവിനോട് ഒട്ടും തന്നെ ഒരു ഇൻറ്റിമസി തോന്നിയിട്ടില്ലായിരിക്കാം, ഒരുപാട് ചിലപ്പോൾ അവരെ പരിഗണിക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അവരോട് ഒരു സ്നേഹത്തിൽ പെരുമാറിയിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും അവർ ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഇത്ര വർഷം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അവർക്ക് ആ കുട്ടികളോടുള്ള സിമ്പതി ഉണ്ടായിരുന്നു. അതായിരിക്കണം അവർ ഈ കൊലപാതകത്തിന് പിന്നെ ഇരയാകേണ്ടി വന്നത്. അപ്പോൾ എന്നിട്ടും എന്താ സംഭവിച്ചത്? അവർക്ക് എന്ത് കിട്ടി? ഒരിക്കലും ഇപ്പം നമുക്ക് നമ്മൾ നൊന്ത് പ്രസവിച്ച ഒരു കുഞ്ഞ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെയൊക്കെ നമുക്ക് ഒരിക്കലും ഉപേക്ഷിച്ചത്, നല്ല മനസ്സുള്ള ഒരു അമ്മയുടെ കാര്യമാണ് പറയണത്. ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് നമുക്കൊരു ലൈഫ്, ഒരു ഹാപ്പി ലൈഫ് മുന്നോട്ട് പോകും എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അത് നടക്കാത്ത കാര്യമാണ്. അല്ലെങ്കിൽ അത് അത്രത്തോളം എന്താ പറയുക, കല്ല് പോലുള്ള മനസ്സുള്ള സ്ത്രീകൾക്കായിരിക്കും അവർക്ക് അത്രയും പവർ വേണം, എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും നമ്മൾ പ്രസവ വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവരെ പൊന്നുപോലെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമ്മയ്ക്ക് ഒരിക്കലും കഴിയില്ല ഒരു ഹാപ്പിയിലെ, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കൂടെ അത്രമാത്രം അക്സെപ്റ്റ് ചെയ്ത് സന്തോഷത്തോടെ നമ്മൾ ജീവനെ പോലെ സ്നേഹിക്കുന്ന, നമ്മുടെ ദേഹത്തൊരു മുള്ളു വീണ ഓപ്പോസിറ്റുള്ള ആളിന് വേദനിക്കുന്ന രീതിയിലുള്ള സ്നേഹമുള്ള അത്രമാത്രം നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളോട് മാത്രമേ നമ്മൾ അങ്ങനെ ഒരു ഇത് ഷെയർ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഏതൊരു സ്ത്രീയും ഒരു പുരുഷനും ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഒരാളിനെ കണ്ടുമുട്ടി ഇഷ്ടം തോന്നാം, അപ്പോഴത്തെ ഒരു വികാരമാണ്. നമ്മൾ സ്നേഹിക്കുവാണെങ്കിൽ നമ്മളോടൊപ്പം ഇട്ടെറിഞ്ഞ് അയാൾ വരാൻ തയ്യാറായാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത്ര വർഷം അയാളെ കൂടെ അയാളൊപ്പം ജീവിച്ച സ്ത്രീ, അയാളെ മക്കളെ പ്രസവിച്ച ഒരു സ്ത്രീ, ഇനി അയാളുടെ ചോരയിലുള്ള 2 മക്കൾ, അത്രയും പേര് ഒരു നിമിഷം കൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റിയെങ്കിൽ ഇന്നലെ പെട്ടെന്ന് കണ്ടുമുട്ടിയ നമ്മളോട് എന്തായിരിക്കും അയാൾക്കുള്ള വികാരം? എത്ര ഇഷ്ടം അയാൾക്കുണ്ടാവും? നാളെ അയാൾ നമ്മളോടും അത് തന്നെയല്ലേ കാണിക്കുകയുള്ളൂ. ഇനി ഈവൻ പുരുഷനാണെങ്കിലുള്ള കാര്യം, ആ സ്ത്രീ അത്ര നാള് ആ സ്ത്രീയോടൊപ്പം ജീവിച്ച ആ പുരുഷൻ, ഇനി അയാളോട് പോട്ടെ, സ്ത്രീകൾക്ക് പൊതുവെ ഇനി എന്തെങ്കിലും ദേഷ്യം ഉണ്ടെന്ന് വെക്കാം, നൊന്ത് പ്രസവിച്ച ആ കുട്ടികളെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഉപേക്ഷിച്ച് ഇന്നലെ കണ്ട ഇദ്ദേഹത്തിൻ്റെ കൂടെ വരാൻ അവൾ തയ്യാറായിട്ടുണ്ട് എങ്കിൽ എന്തായിരിക്കും അവളുടെ മനസ്സ്? നാളെ എന്നെയും ഇവൾ ഇതുപോലെ ഉപേക്ഷിക്കില്ല. ഈ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, അത് മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. ആ മനസ്സാണ്, ആ മൈൻഡാണ്. ഇല്ല, ഈ സ്ത്രീ പറയാണ് എനിക്ക് പറ്റത്തില്ല, എനിക്ക് എൻ്റെ കുട്ടി, ഇപ്പോൾ ഭർത്താവിനോട് ഇഷ്ടം വേണ്ട, പോട്ടെ എന്തേലും ആവട്ടെ, എനിക്ക് എൻ്റെ കുട്ടികളാണ് ഏറ്റവും വലുത്, എനിക്ക് അവരെ കാണാതിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് അവരെൻ്റെ ജീവനാണ്, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ കുട്ടികളെ പിരിഞ്ഞിട്ട് പറ്റത്തില്ല എന്നുള്ള സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ലൈഫിൽ ഇടവേളയിൽ കണ്ടുമുട്ടുന്ന പെട്ടെന്നുള്ള ഒരു റിലേഷൻഷിപ്പ് ഒന്നും ശരിക്കും നിലനിൽക്കില്ല. അങ്ങനെ നിലനിൽക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞ പുരുഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് യഥാർത്ഥ സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഓക്കെ, ഇതുപോലെ റീയൂണിയൻ കൊണ്ട് ഒത്തിരി പേരുടെ ജീവനും കുടുംബവും പൊലിഞ്ഞു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനുള്ള കാരണം. അത് മാത്രമല്ല, എൻ്റെ അനുഭവത്തിലും അങ്ങനെ ഒരു സംഭവമുണ്ട്. എൻ്റെ സ്ഥലത്ത് ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും പറയില്ല, നടന്ന സംഭവം പറയാം. ജീവന് തുല്യം സ്നേഹിച്ച ഒരു ചേട്ടൻ, 2 മക്കള്, കുട്ടി എന്തോ 10ലെന്തോ പഠിക്കുമായിരുന്നു, പെൺകൊച്ച് 10ലെന്തോ പഠിക്കുകയാണ്, മോൻ അന്നേരം ഒരു 7ലോ 8ലോ എന്തോ പഠിക്കുമായിരുന്നു. നല്ലൊരു ഫാമിലിയാണ്. പുള്ളിക്കാരിക്ക് ഒരു കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു, പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു. ചേട്ടൻ ഒരു ജോലി ഉണ്ടായിരുന്ന ചേട്ടനാണ്, പക്ഷെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ആ ചേട്ടൻ ഗൾഫിലേക്ക് പോയി. അപ്പോൾ ഗൾഫിൽ പോയിരുന്ന ആ ഒരു ഇടവേളയിൽ ആയിരിക്കാം, അല്ലേ അതിന് മുന്നേ ഉണ്ടായിരുന്നോ എന്നറിയില്ല, ആ ചേട്ടൻ്റെ വൈഫിന് ഇതുപോലെ തന്നെ ഒരു
ഒരു അടുപ്പം വന്നു, വേറൊരാളോടൊരു ഇഷ്ടം വന്നു. ഇഷ്ടം വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഈ കുട്ടികളെയോ ഈ ചേട്ടനെയോ ഈ ചേട്ടൻ്റെ അമ്മയെയോ ഒന്നും നോക്കിയില്ല, ആ സ്ത്രീ ആ പയ്യനോടൊപ്പം ഇറങ്ങിപ്പോയി എന്നുള്ളതല്ല, ആ പോയ പയ്യൻ്റെ ഒരു അവസ്ഥയാണ് അതിലും ദയനീയം. ആ പയ്യന് എന്താ പറയുക, ഒരു വൈഫ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെ വിശ്വസിച്ച് കൂടെ ഇറങ്ങി വന്നൊരു വൈഫ് ഉണ്ടായിരുന്നു, 6 മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഈ സ്ത്രീയുടെ ഒപ്പം ഈ പയ്യനും പോയി. പക്ഷേ പിന്നെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. ഒരു കാര്യം മാത്രം അറിഞ്ഞു, അത് തച്ചുടങ്ങി പോയി എന്നുള്ളത്. പക്ഷേ പിന്നെ അവരുടെ ഫാമിലിയിൽ എന്ത് സംഭവിച്ചു എന്നൊന്നും എനിക്കറിയില്ല. ഇത്ര സംഭവം മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ. അപ്പോൾ ഇത് ഞാനിവിടെ ഷെയർ ചെയ്യാനുള്ള കാര്യം, ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ആ പയ്യൻ്റെ കൂടെ ഈ സ്ത്രീ ഇറങ്ങി പോകുമ്പോൾ ഈ സ്ത്രീ ചിന്തിക്കേണ്ടിയിരുന്ന ഒരു കാര്യം, തന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന ഒരു പെൺകുട്ടിയെയും തൻ്റെ ചോരയിലുണ്ടായിരുന്ന ആ ഒരു 6 മാസം പ്രായമുള്ള കുഞ്ഞിനോട് ഇവൻ എന്തെങ്കിലും ഇഷ്ടമുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ഇവൻ വരാൻ തയ്യാറോ? അങ്ങനെയുള്ള മനസ്സുള്ളവൻ നാളെ എന്നെയും ഇതുപോലെ ഉപേക്ഷിക്കില്ലേ? എന്നോട് അവൻ എന്തായിരിക്കും ഉണ്ടാവുക എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെയാണ് ഈ നിലനിൽക്കാത്ത സ്നേഹങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ജീവനുകൾ, വളരെ മൃഗീയമായിട്ടുള്ള കൊലപാതകങ്ങൾ ഒക്കെ കാണുമ്പോൾ ശരിക്കും ഭയങ്കര വിഷമം, ഭയങ്കര സങ്കടം. എന്തിനിങ്ങനെ ബലിയാടാകണം ഒരേ ഒരു ലൈഫ്? ഒരുപാട് ഫാമിലികളെയൊക്കെ തകർത്തുകൊണ്ട് എന്തിനിങ്ങനെ ബലിയാടാകണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ റീയൂണിയൻ എന്ന് പറയണം, അല്ലെങ്കിൽ കുഞ്ഞുനാളിലെ കാണുന്ന ഒരു സ്നേഹബന്ധങ്ങൾ പിന്നീട് ഊട്ടി ഉറപ്പിക്കാൻ ആരും നോക്കരുത്. അത് ഒരുപാട് കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ, ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ ഒക്കെ ഉണ്ടാകും. എൻ്റെ കുഞ്ഞറിവ് വെച്ച് ഞാൻ ഷെയർ ചെയ്തതാണ് കേട്ടോ ഇത്.